വരുന്ന ബസ് ഏതാണെന്ന് മനസ്സിലായോ? ബസ് മാത്രം കണ്ടാ പോരല്ലോ, അതിനകത്തുള്ള ആളുകളെയും കാണണ്ടേ. വാ. അനിയേട്ടാ, എന്താ തോന്നുന്ന സമ്മാനമൊക്കെ കിട്ടി? അതൊന്നും പറയണ്ട. അത് കുട്ടികൾ ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് പോവുകയാണ്. അത് ഒരു 3-4 കൊല്ലത്തെ വർഷം പരിചയമുണ്ട് ഞങ്ങൾ. ഞങ്ങളാണെങ്കിൽ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. അതുപോലെ പോണ പോലെ എക്സാം കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ട് തന്ന്. വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് പോലും അസൂയ തോന്നി, സങ്കടം തോന്നി. അതിശയപ്പെട്ടു ഞാൻ. പിന്നെ കാരണം ഞങ്ങളൊക്കെ ഇതുപോലെ ബസ്സിലൊക്കെ യാത്ര ചെയ്താണ്, പക്ഷെ ഇങ്ങനെ ഒരു സമീപനമുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല. ആണില്ല, ഈ ബസ്സിൽ കയറുന്ന കുട്ടികളോടൊക്കെ നല്ല രീതിയിലാണ്, നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് എല്ലാവരായിട്ടും. ഒരാളെ ദേഷ്യപ്പെടുക അങ്ങനെ യാതൊന്നുമില്ല. ഷർട്ടൊക്കെ പാകാണോ? അത് റെഡിയാ, കറക്റ്റ് തയ്ച്ച് വെച്ചപാടുണ്ട്. വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? കുഴപ്പമില്ല, ഇവർക്കൊക്കെ നല്ല സന്തോഷമായി. ഞാൻ മുരളിയേട്ടനോട് കൂടി സംസാരിക്കട്ടെ. മുരളിയേട്ടാ, ഷർട്ടൊക്കെ പാകാണോ? സന്തോഷായോ? പിന്നെ പറയുന്നു വീട്ടുകാരൊക്കെ എന്ത്? എല്ലാവരും സർപ്രൈസ് ആയിപ്പോയില്ലേ, വീട്ടിൽ കുടുംബം മൊത്തം എല്ലാവരും വീഡിയോ ഗ്രൂപ്പിലൊക്കെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു അത്ഭുതത്തോടെ കാണുന്നത്. നമ്മളെ കഥയിലെ നായികമാരെ പേരൊന്ന് പറഞ്ഞു തരും. പേര് ഹിബ, നസ്രി, റിഷ്ബ, റിസ. കൊടുവള്ളി ഏരിയയിലാണ് ഒരു കുട്ടി മെഡിക്കൽ കോളേജിന് അടുത്ത് തന്നെയാണ്. പക്ഷെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, ആ കുട്ടികളുടെ ഒക്കെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആരാധകരുണ്ട് ഉണ്ടാവും. കാരണം എന്താ പറഞ്ഞാൽ സ്ഥിരമായിട്ട് കയറുന്ന ആളാണ് കൂടുതലുള്ളത്. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് വെള്ളിമാട് എത്താൻ പറ്റുന്ന ഒരു റൂട്ടും കൂടിയാണ്. അതൊരു കാരണമാണ്. നമ്മള് കോഴിക്കോട്ടുകാർ ഇങ്ങനെയാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അഹങ്കാരത്തോടു കൂടിയ ഞാനും പറയുന്നത്, ഞാനും കോഴിക്കോട്ടുകാരിയാണ്. കോഴിക്കോട് വൈബ് എന്ന് പറഞ്ഞാൽ വേറെയാണല്ലോ. സ്ഥിരമായിട്ട് ഇതിൽ കയറുന്ന ആളുകളാണോ? എങ്ങനെയാ അനിയേട്ടനും മുരളിയേട്ടനൊക്കെ? നല്ല അടിപൊളിയാണ്. എന്തായാലും അനിയേട്ടനും മുരളിയേട്ടനൊക്കെ ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടട്ടെ, ഒരുപാട് അങ്ങനെയുള്ള മിടുക്കുകൾ ഈ ബസ്സിൽ കയറട്ടെ എന്ന് ആശംസിക്കാൻ നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. അരുൺ കിഷോറിനൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.